ലച്ചുവേ, നമ്മൾ അടുക്കളയിൽ കയറുന്നതേ കനകേച്ചിക്ക് ഇഷ്ടമല്ല കേട്ടാ. നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയാലേ കനകേച്ചി ആശ്വാസമാവുള്ളൂ. മധുരയിൽ എന്തോ കോള് വന്നിട്ടുണ്ട്, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കണ്ടേനെ. അമ്മായി, മീൻകറിയും കൂടെ നമുക്ക് അങ്ങ് ഉണ്ടാക്കിയാലോ? ബെസ്റ്റ്. എന്റെ പൊന്ന് ലച്ചു, നമ്മൾ വച്ചു കൊടുക്കണ കറിയൊന്നും അവർക്ക് ഇഷ്ടപ്പെടൂല. എന്തിനാണ് വെറുതെ വായിരിക്കണ കേൾക്കണം? അതും ശരിയാ. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും അമ്മൂമ്മ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് വരും. എന്താ രണ്ടുപേരുടെ അടുക്കള ചെന്നുകൊണ്ട് അമ്മൂമ്മ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നേ? ഇതാണ് കുഴപ്പം. ഈ വീട്ടിൽ അമ്മൂമ്മനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെന്നെങ്കിലൊക്കെ നമുക്ക് കേട്ടോണ്ട് വരും. എന്നിട്ട് നമ്മൾ പറഞ്ഞത് കുറ്റമാണോ നല്ലതാണോ എന്ന് പോലും അന്വേഷിക്കൂല. ഓ, അറിയാത്ത ഒരാള്. ഇപ്പൊ എങ്ങനെയാണെങ്കിൽ പണ്ട് എങ്ങനെയായിരിക്കും? അയ്യോ, അതറിയാൻ പാടില്ലേ. വലിയ ടീമായിരുന്നു. അപ്പൂപ്പന്റെ വീട്ടിലെ ആൾക്കാരൊക്കെ മരത്തി അടിച്ചിട്ടുണ്ടെന്നാ കേട്ടേക്കണേ. ശരിക്കും? ചുമ്മാതല്ല, അവിടെ പോകുമ്പോ എല്ലാരും നമ്മളെ തറപ്പിച്ച് നോക്കണം. അമ്മയടുത്തുള്ള ദേഷ്യമായിരിക്കും. ദേഷ്യമൊന്നുമല്ല, അമ്മൂമ്മയോടുള്ള പേടി കൊണ്ട് അവിടുത്തെ രാജ്ഞി എന്നല്ല അറിയപ്പെടുന്നേ. പിന്നെ അല്ലാണ്ട് രണ്ടിനെയും കൂടെ ഞാൻ അടിച്ച് വെളിയിൽ കളയാനുള്ള അവസരം ഉണ്ടാക്കരുത് കേട്ടോ. അങ്ങനെ അവസരം ഉണ്ടാക്കുന്ന എന്തിനാ അമ്മൂമ്മ? ഇപ്പൊ തന്നെ ചവിട്ടി വെളിയാക്ക്. ചിലപ്പോ വേണ്ടി വരും. ഞാൻ ചുമ്മാ ഇതുവഴി പോയപ്പോന്ന് കയറി. ചേച്ചി, അളിയനെ കാണാനില്ലല്ലോ, പോയിട്ട് കുറെ നേരമായല്ലോ. ആ, നിന്റെ അളിയൻ 1 മണിക്കൂർ ഇപ്പൊ വരാന്നും പറഞ്ഞ് പോയതാ. ഇപ്പൊ 2 മണിക്കൂറായി. ഒരു ഡോസ് കൊടുക്കണം. ആ, ക്ഷമിച്ച് ഇവിടെ ചേച്ചി പോട്ട്. ആ, ക്ഷമിച്ച് ഇവിടെ വരെ എത്തിയത്. എവിടെ വരെ എത്തിയെന്ന്? എടാ, വല്ലപ്പോഴൊക്കെ ഒരു ഡോസ് കൊടുക്കുന്നത് വളരെ നല്ലതാ. എന്തോന്ന് ലച്ചു നീ പറയണ? അവൻ എന്തൊരു പാവമാണ്. നിന്റെ അടുത്ത് ചോദിക്കാതെ എന്തെങ്കിലും അവൻ ചെയ്യാറുണ്ടാ? അത്രയ്ക്ക് ട്രൂത്ത്ഫുൾ ആണ് അവൻ. അത് തന്നെ. ഇവളെന്ന് വെച്ചാലേ അവന് ഭയങ്കര ജീവനാ. ആ സ്നേഹമൊന്നും ഇവക്ക് അവനോടില്ല. അത് സത്യമല്ലേ? എന്തോന്ന് സത്യമല്ലേന്ന്? എടാ, അവൻ എന്റെ അടുത്ത് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഈ കാണിക്കുന്നൊക്കെ വെറുതെ അഭിനയമാണ്. ആ, എന്തിനാ വർത്താനം ചേച്ചി? ചുമ്മാ ആവശ്യമില്ല, ദൈവദോഷം പറയല്ലേ കേട്ടല്ലേ. നാക്കെടുത്ത അതേ പറയത്തുള്ളൂ. ആ കൊച്ചാണെങ്കിലോ ലച്ചു 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 എന്ന് എന്നോട് പുറകെ നടക്കുകയും ചെയ്യും. അയ്യോ, ഇപ്പൊ പുറകെ അല്ല നടക്കണത്, ഇപ്പൊ മുമ്പിലാണ് നടക്കണത്. ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് എന്തായിരുന്നു? പൊന്നെ പാലെ തേനെ നല്ലത് അവൻ എന്നെ വിളിക്കത്തില്ല. ഇപ്പോഴോ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ആണുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. ഹലോ, അതെന്തിനാണ് അങ്ങനെ നോക്ക്? ആണുങ്ങൾ എങ്ങനെയാണെന്ന് പണ്ടേ നീ മെർലിന്റെ പുറകെ എന്തോരം മോങ്ങിക്കൊണ്ട് നടന്നിട്ടുണ്ട്. ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പഴാ ആ കൊച്ചാണെങ്കിൽ ഇവിടെ വീട്ടിൽ കേറി ഇറങ്ങി നടക്കുക. ഇപ്പൊ നിനക്ക് അവിടെ യാതൊരു വിലയുമില്ലല്ലോ. ചേച്ചി ചുമ്മാ അനാവശ്യം പറയല്ലേട്ടാ. ഇപ്പം ഇതിനകത്തോട്ട് മെർലിന്റെ കാര്യം വലിച്ചേക്കേണ്ട കാര്യം എന്തിനാണ്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നേരെ കൊണ്ട് അവളുടെ മണ്ടയ്ക്ക് എടുത്തോളൂ. ഞാനിവിടെ നിന്നാലല്ലേ പ്രശ്നമുള്ളൂ. അമ്മായി, ഇപ്പൊ വരാവേ. ഡേ, എവിടെ പോണ്? സിദ്ധുനെ വിളിക്കാൻ പോണാ? പിന്നെ അവനെ കാര്യം വിളിക്കാൻ. പിന്നെ അവനെ കാര്യം വിളിക്കും. ചുമ്മാതെ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ അളിയൻ വരാൻ ലേറ്റ് ആയപ്പോ ഭയങ്കരമായിട്ട് മേഡത്തിന് ടെൻഷൻ അടിച്ച് വിളിക്കാൻ പോകല്ലേ. ആണെങ്കിൽ എന്താ കുഴപ്പം? അവനെന്നെ വേണ്ടെങ്കിൽ എനിക്ക് അവനെ വേണമല്ലോ. പോരാവേ. പറഞ്ഞാലും സ്നേഹം ഭയങ്കര. லெச்சூஸ், நான் வாஷ் பண்ண போறேன். உனக்கு ஏதாவது துணி இருந்ததுன்னா சொல்லு, அதை கூட வாஷ் பண்ணி கொடுக்குறேன். ഇല്ല ആന്റി, എന്റെ ഡ്രസ് ഞാൻ നാളെ കഴുകിക്കോളാം. ആന്റിയുടെ കഴുകിക്കോ. ഷുവറാ? യെസ്. സിദ്ധു വരലിയാ? എവിടെ നിന്ന് വിളിച്ചാ ഫോണും എടുക്കൂല. നീ നോക്കിക്കോ, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ എന്നെ വിളിക്കല്ലോ, അന്നേരം ഞാനും എടുക്കൂല. ചേച്ചി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാ ചേച്ചി അളിയനെ വിളിച്ചു ചോദിക്കുമല്ലോ, നീ എവിടാ, നീ എന്താ എന്നെ വിളിക്കാത്തേന്ന്. ആ പരിപാടിയൊക്കെ ഞാൻ നിർത്തി. ഈ വീട്ടിൽ നിന്ന് ഇനിയിപ്പോ ആര് എവിടെ പോയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. എങ്ങോട്ടെങ്കിലും പോട്ടെ. லிச்சு, சித்து நீயுமா எங்கேயோ போறதுக்கு ஒரு பிளான் போட்டீங்கல்ல, அது என்னாச்சு? പിന്നെ ഇപ്പൊ പോവും. എന്റെ ആന്റി സിദ്ധുവിന് ഇപ്പൊ എന്റെ അടുത്ത് പഴയതുപോലെ ഇഷ്ടമൊന്നുമില്ല. പണ്ടൊക്കെ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറയായിരുന്നു. അപ്പൊ അതൊന്നുമില്ല. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, പോട്ടെ. ഇതിപ്പോ ഇങ്ങനായാ? ഇന്നലെ എന്റെ നേരെ ആയിരുന്നല്ല, ഇപ്പൊ സിദ്ധുളിന്റെ നേരെ ആയ. വേണമെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ നിന്റെ പഠിത്തത്തിന്റെ കാര്യം ഞാൻ മുമ്പ് എടുത്തെടുത്തിടും. അയ്യോ വേണ്ടായ, ഞാൻ പോന്നു. പഠിത്തത്തോட விஷயம் சொன்னா அப்பவே எஸ்கேப். லிச்சு, நீ ரொம்ப நாளாச்சுல കുഴിപ്പള്ളത്തില് പോയിട്ട്, என்ன പോകാമ இருக்க? എനിക്ക് കുറച്ച് സമാധാനം വേണം. അതും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുന്നില്ല. ഹായ്. എന്റെ മിസ്സസ് ഇവിടെ വന്നിരിക്കുക.
വിളിച്ചാ ഫോൺ എടുക്കാൻ അറിയാൻ പാടില്ലേ? ലച്ചു, നീ വിളിച്ചപ്പോ ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാ ഫോൺ കോൾസ് കണ്ടത്. എനിത്തിങ് അർജന്റ്? എടി ഓക്കെ. நீங்க உட்காந்து பேசுங்க, நான் போயிட்டு வரேன். ആന്റി ആന്റി ആന്റി, എനിക്ക് ഒരു സ്പെഷ്യൽ അറിയാവുന്ന വേണം കേട്ടോ. പുറത്തു പോയിട്ട് വന്നിട്ട് നല്ല ക്ഷീണം. அதுக்கு என்ன, நம்ம ஸ்பெஷலான புதினா போட்ட நாரங்க வெள்ளம் இப்ப ரெடி ஆக்கி தரேன். ഓക്കെ, സെറ്റ്. എന്താ ലച്ചൂസേ, മുഖം മൊത്തം വാടിയിരിക്കുന്ന ഒരു കടുപ്പം എന്താവത്തെ? എനിക്ക് കടുപ്പൊന്നുമില്ലേ, നമ്മള് പാവങ്ങള്, നിങ്ങളല്ലേ തിരക്കുള്ള ആൾക്കാര്. അതല്ലല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ട്. പറ, ഇന്ന് ആരായിട്ടാ മുത്തു വള്ളി പിടിച്ച്? നമ്മള് വാ തുറന്നാലേ വള്ളിയാണല്ലോ, അതുകൊണ്ടാണല്ലോ മിണ്ടാതെ ഒരു മൂലക്ക് ഇരിക്കണത്. അങ്ങനെ പറയല്ലേ. എന്റെ ലച്ചൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ആരാ? സ്നേഹത്തിന്റെ നിറകുടമല്ലേ ഈ മനസ്സ് മൊത്തം സ്നേഹം. സോപ്പിട്ട ആളെ കയ്യിലെടുക്കാനേ നീ കഴിഞ്ഞിട്ടേ ആടുള്ളൂ എന്ന് എനിക്കറിയാം. ഞാനെന്തിനാ എന്റെ ലച്ചൂസിനെ സോപ്പിടാൻ നിൽക്കുന്നേ? ലച്ചൂസേ, എന്റെ ചങ്ക് പറിച്ചു നോക്ക്, അവിടെ ലച്ചൂസ് ഉണ്ടോ? മിക്കവാറും നിന്നെ ചങ്കക്കനെ വലിച്ച് കീറി നോക്കിയോ? ലച്ചൂസ് സത്യമായിട്ട് നീ ഉണ്ട് എന്റെ മനസ്സില്. ഉച്ചവല്ലേ? ഉച്ചം. അങ്ങനെയാണെങ്കിലേ ലച്ചൂസിന് ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. എന്തോന്നു? ഞെട്ടരുത്. ഓക്കെ?